told your friend you're not okay? And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഔട്ടിങ്സും ട്രിപ്സൊക്കെ ഒരു സ്പെഷ്യലാണല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സഡൻ പ്ലാൻ ചെയ്ത ഒരു ഔട്ടിംഗ് ആണ്. ഞങ്ങൾ മറൈൻ എക്സ്പോ, നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീതു, അവളുടെ മോള് സായു. And welcome to today's vlog, Marine Expo vlog, and welcome to my channel Nila Parvati. ഞങ്ങളങ്ങനെ അവിടെ എത്തി. 120 രൂപയാണ് കേട്ടോ ഒരു ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ആൻഡ് ഇതാണ് സായുവിൻ്റെ അവിടെ അകത്തേക്ക് കയറി ആദ്യത്തെ ടാങ്ക് കണ്ടപ്പോൾ തന്നെ ഉള്ള അവളുടെ അക്വേറിയം കണ്ടപ്പോൾ തന്നെ ഉള്ള അവളുടെ എക്സ്പ്രഷൻ. അവൾ വായും തുറന്ന് നിൽക്കുകയായിരുന്നു. ഇതാ ഞങ്ങളിതുപോലെ ആലുവ മണപ്പുറത്ത് മറൈൻ എക്സ്പോ മറ്റേ ബാംഗ്ലൂർ ടണലിൻ്റെ സംഭവം വന്നപ്പോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിനെ വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണ്, ഇത് കുറേ കൂടെ വലുതുമാണ്. കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടിയിട്ടോ. ഇവിടെ ഞങ്ങൾ കാണാൻ വന്ന മത്സ്യകന്യക എന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അപ്പോഴേക്കും അവിടെ സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഏരിയയിൽ നമുക്ക് പോപ്കോൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ, ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മത്സ്യകന്യകയെ തേടി നടക്കുകയാണ്. ആൻഡ് ഫൈനലി വി ഫൗണ്ട് ഹർ. ഒരാളല്ല കേട്ടോ, 2 പേരുണ്ടായിരുന്നു. ശരിക്കും മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാട്ടോ ഇത്. നിങ്ങൾ വരാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ വന്ന് കാണുക. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു ദൃശ്യവിരുന്നായിരുന്നു കേട്ടോ ഈ ഒരു മത്സ്യകന്യകയുടെ ഈ ഒരു ഷോ.
മത്സ്യകന്യകയുടെ അടുത്തുനിന്ന് വരാൻ തോന്നുന്നുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നത്. അവിടെ നിന്ന് നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ കേട്ടോ. നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, ബുക്സ് ഉണ്ട്. ബുക്സ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ബുക്സൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ ബാഗ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഫർണിച്ചേഴ്സ്, അലമാര, ഉറുമ്പിനെ കൊല്ലുന്ന മരുന്ന് മുതൽ പലതരം അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീഡുവിനെ എല്ലാ കച്ചവടക്കാരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അവളെല്ലാവരുടെയും നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ചെടികൾ, നമ്മൾ ഗാർഡനിലേക്ക് വേണ്ട അത്യാവശ്യം നല്ല ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ. ഇവിടെ പലതരം പൊട്ടുകളും അഫോർഡബിൾ ആയിട്ടുള്ള നെക്ലേസുകളും ഒത്തിരി അധികം കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കമ്മലൊക്കെ കണ്ടിട്ട് കൺട്രോൾ പോവായിരുന്നു. ജുംകാസും സ്റ്റഡുകളും നമ്മുടെ റിംഗ് ടൈപ്പ് കുറേ ടൈപ്പ് കമ്മലുകൾ ഒരു 3-4 സെക്ഷനായിട്ട് ഫുള്ളായിട്ട് കമ്മലുകൾ തന്നെയായിരുന്നു കേട്ടോ. കണ്ടത് ഇതുപോലത്തെ ക്യൂട്ട് സ്റ്റഡുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ തോട കമ്മലുകളൊക്കെ ഇടുന്നവർക്ക് പറ്റിയ വലിയ വലിയ കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ചെയ്യും രാവിലെ രാത്രി കുറിച്ചൊക്കെ ഉച്ചയ്ക്ക് രാവിലെ യൂസ് ചെയ്യാം. അതൊക്കെ പിന്നെ സ്പോർട്സ് ഉള്ളതുകൊണ്ട് ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങൾ സ്മെല്ലൊന്നും ഉണ്ടാക്കില്ല. നല്ലൊരു നല്ല യൂസ് ചെയ്യാം. ഒരെണ്ണം 30 രൂപ, 2 പിന്നെ ഉണ്ടായിട്ട് നമ്മളില്ലേ പാചകമൊക്കെ തിളച്ച് കൊടുത്തിട്ട് ഗ്യാസ് എടുക്കുക, ക്ലീൻ ചെയ്യുക, സിമ്മിലൊക്കെ ടാപ്പ് കയ്യിലൊക്കെ ക്ലീൻ ചെയ്യും. അംബാനി കല്യാണത്തിന് നടിമാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ കിഴി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒത്തിരി റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പോൾ ഉച്ച സമയമാണ്, അത് വൈകിട്ടൊക്കെ സ്റ്റാർട്ടാകത്തുള്ളൂ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. കാണാനല്ലേ പറ്റുള്ളൂ. കണ്ടു ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അടുത്തുള്ള പബ്ലിക് കിച്ചണിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഫോൺ എങ്ങനെയൊക്കെ പിടിച്ചിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നീതുവും സായുവും ചപ്പാത്തിയാണ് പറഞ്ഞത്. കാരണം സായു മൂകാംബികയിലെ കഷായം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ചപ്പാത്തിയും ഗ്രീൻ പീസുമാണ് പറഞ്ഞത്. പാവ കുഞ്ഞാവ. എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. അവൾ എൻ്റെ ബിരിയാണി തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റും ഗുണ കേവും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഫെസ്റ്റിലാണ് ആദ്യം കയറിയത്. അവിടെ ഒത്തിരി ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വാങ്ങാൻ പ്ലാനില്ലായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചില്ല. ഒത്തിരി ഇതുപോലത്തെ ഷർട്ടുകൾ, ക്രോപ്പ് ടോപ്പുകൾ, ഡ്രസ്സുകൾ, പലാസോ പാൻസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇനി ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് ഓടുന്ന സായുവിൻ്റെ പുറകെ ഓടുന്ന അമ്മയും. അതിൻ്റെ ഇടയ്ക്ക് പോയി എൻ്റെ കണ്ണ് കമ്മലിലോട്ട്. ഇവിടെയും ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. ഇവിടെ ടൈം വരുന്നത് വീക്ക് ഡേയ്സിൽ 2 മണി മുതൽ 9 മണി വരെയും ഹോളിഡേയ്സിൽ 11 മണി മുതൽ 9 മണി വരെയുമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നടക്കാം കേട്ടോ. ആഹാ, ഗുണ കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കറക്റ്റായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തമിഴ് അറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ കപ്പിൾസിനെ കണ്ടു. ഭാര്യയുടെ തല നോക്കി കൊടുക്കുന്ന ഭർത്താവ്, പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ആശ്വസിപ്പിക്കുന്ന ഭർത്താവും, 2 ധ്രുവങ്ങളിലായിട്ട് പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും, എന്തിനോ വേണ്ടി നോക്കി നിൽക്കുന്ന ഭാര്യയും ഭർത്താവും. അങ്ങനെ ഒത്തിരി കപ്പിൾസിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇവർക്ക് ഫുഡ് എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. പിന്നെ പാവം പിടിച്ച 3 പക്ഷികൾ. അയ്യോടാ, അതുകൊണ്ടേ ഒരു താറാവ് ഒറ്റക്ക് നിൽക്കുന്നത്. എന്താടാ നീ ഒറ്റക്കായി പോയേ? പിന്നെ ഇപ്പുറത്ത് കുറച്ച് ഫിഷുകളുണ്ട് കേട്ടോ.
അതേസമയം തന്നെ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ ഇപ്പോഴത്തേക്ക് സമ്മാനിക്കുന്നില്ല, നിസ്സാരം. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്നാക്ക് സെക്ഷൻ ഉണ്ട്. ഇഷ്ടംമാതിരി സ്നാക്സ് ഉണ്ട്. നമുക്കിതാ ഇവിടെ കസേരകളൊക്കെ റൗണ്ടായിട്ട് കസേര ഇട്ടിരിക്കുന്നത് പോലെ ഒത്തിരി കസേരകൾ നിരത്തി ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാം. അപ്പം ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞങ്ങൾ ഇറങ്ങി. ഇവിടെയും അവിടെ കണ്ടതുപോലെ ഒത്തിരി റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. സമയം 4 മണിയായി, എന്നാലും ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. കുറച്ചുകൂടെ ടൈം കഴിയുമായിരിക്കും. ഞങ്ങളങ്ങനെ നടന്ന് അവിടെ നിന്ന് വീണ്ടും ചെടികളുടെ സെക്ഷനിലെത്തി. ഗാർഡനിങ്ങിന് വേണ്ട ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും പ്ലാവൻ തൈ മുതൽ തെങ്ങിൻ തൈ, മാവൻ തൈ എല്ലാം ഉണ്ട്. പലതരം റോസുകൾ, പലതരം ചെമ്പരത്തികൾ, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ പൂവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നടന്നു. പിന്നെ കുട്ടികൾക്ക് ബോട്ടിങ്ങിന് പറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കയറിയിരുന്ന് കറക്കി തുഴയണം. അങ്ങനെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കാം കേട്ടോ. താങ്ക് യു.